ഇടുക്കി ജില്ലയിൽ പരിഗണനയ്ക്ക് വരുന്നത് കൂടുതലും ഭൂമി സംബന്ധമായ കേസുകളെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലെ സിറ്റിംഗിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ. കമ്മീഷന്റെ മുൻപിലെത്തിയതിൽ ഒരു പരാതി ഒഴികെ തീർപ്പാക്കിയതായി അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ ഭൂമി സംബന്ധമായ കേസുകളാണ് ന്യൂനപക്ഷ കമ്മീഷന് മുൻപിൽ വരുന്നതിൽ ഏറെയുമെന്ന് കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന കമ്മീഷൻ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിവിൽ സ്വഭാവമുള്ള കേസുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മൂന്നാർ ബോധമേട് സ്വദേശിയായ വിധവയും ഹൃദ്രോഗിയുമായ ഒരു സ്ത്രീ 2018 മുതൽ അവർക്ക് പട്ടയത്തിന് അളന്ന് തിട്ടപ്പെടുത്തിയ ഏകദേശം 2.5 സെന്റ് വരുന്ന സ്ഥലത്തിന് കരം തീർത്ത് റവന്യൂ രേഖകൾ കിട്ടണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടു വരുന്നു. അപ്പോൾ ഓരോ തവണയും അളവിലും റിപ്പോർട്ടിലും വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് അവർക്ക് ആ രേഖകൾ യഥാവിധി കിട്ടാതിരുന്നു. അപ്പോൾ കമ്മീഷൻ ഇടപെടലിനെ തുടർന്ന് സർവേ ചെയ്ത് പുതിയ റിപ്പോർട്ടൊക്കെ വന്നെങ്കിലും അത് നീതിയുക്തമാണ് എന്ന് കമ്മീഷന് തോന്നാത്ത സാഹചര്യത്തിൽ ഇന്ന് ഹാജരായ ദേവികുളം തഹസിൽദാർ അദ്ദേഹം 29/8 മാത്രമാണ് ഒരാഴ്ചയായിട്ടുള്ളൂ ചുമതലയേറ്റത്. അദ്ദേഹത്തെ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് ലഭ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേവികുളം തഹസിൽദാരോട്. രണ്ടാമത്തെ സംഭവം കോടാലിപ്പാറ കൽത്തൊടി സ്വദേശിയായ ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിർണയിച്ചു കിട്ടണം എന്നുള്ള ഒരു അപേക്ഷയാണ്. ആ അപേക്ഷ ദീർഘകാലമായി ഉള്ളതാണ്. അദ്ദേഹത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം നിർണയിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിലടയാളങ്ങൾ ഇല്ലാത്തതാണ് പ്രശ്നം. പഞ്ചായത്ത് തലത്തിലും വില്ലേജ് തലത്തിലും ഒക്കെ മധ്യസ്ഥ ശ്രമത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസറോട് കൽത്തൊടി വില്ലേജ് ഓഫീസറോട് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ അവരുടെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് എത്രയാണ് വഴിക്ക് വീതി നിർണയിച്ച് നൽകേണ്ടത് എന്ന് വിശദമായ റിപ്പോർട്ട് അടുത്ത സിറ്റിംഗിൽ തരാൻ നിർദ്ദേശിച്ചു. അങ്ങനെ 2 കേസിൽ അങ്ങനെ തീർപ്പ് വന്നു. പുതിയ പരാതികളൊന്നും ഇന്ന് ലഭ്യമായിട്ടും ഇല്ല. പൊതുവിൽ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് മിക്കവാറും മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭൂമി സംബന്ധമായ കേസുകളാണ് കൂടുതലായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ആഡ് ചെയ്യാൻ. സിവിൽ സ്വഭാവമുള്ള 3 പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത്. മൂന്നാർ പോതമേട് സ്വദേശിയുടെ പട്ടയം ലഭിച്ച 2.5 സെന്റിന് കരം തീർത്ത് റവന്യൂ രേഖകൾ ലഭ്യമാക്കുന്നില്ലെന്ന പരാതിയിൽ ലഭ്യമാക്കിയ സർവേ റിപ്പോർട്ട് നീതിയുക്തമാണെന്ന് കമ്മീഷന് ബോധ്യപ്പെടാത്തതിനാൽ ദേവികുളം തഹസീൽദാരോട് നേരിട്ട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചു. കോടാലിപ്പാറ കൽത്തൊട്ടി സ്വദേശിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നെന്ന പരാതിയിൽ കൽത്തൊട്ടി വില്ലേജ് ഓഫീസറോട് നടപടിക്കുള്ള വീതി നിർണയിച്ച് നൽകാനും നിർദ്ദേശിച്ചു. ഒരു പരാതി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചതായി കമ്മീഷൻ പറഞ്ഞു. തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ. 7,990 രൂപയുടെ ഒരു ബെഡ്, കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് 5 ഇയർ വാറന്റിയോട് കൂടി. 8,900 രൂപയ്ക്ക് 3 ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ 6,900 രൂപയ്ക്ക് 2 ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ. കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ 3 ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ 2 ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബെഡ്റൂം സെറ്റ് ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൂടെ കിട്ടും. ഫാമിലി പർച്ചേസിന് 5,000 രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ്. കൂടാതെ വെറും 12,000 രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ്. എവിടെയെങ്കിലും കിട്ടും. അത് നല്ല കിട്ടിലൻ ക്വാളിറ്റി ആൻഡ് കിട്ടിലൻ ഡിസൈൻസിൽ അവൈലബിൾ ആണ്. ബെഡ് മേടിക്കുമ്പോൾ 50% ഓഫ് ആണ്. പില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. മെമ്മറി ഫോം, ലാറ്റക്സ്, സ്പ്രിംഗ് ബെഡ്, ഓർത്തോ മെഡിക്കെയർ അങ്ങനെ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ടേബിളിന്റെ ചെയറിന്റെ 1 ശേഖരം ഇവിടെ ഉണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് വരുന്ന രീതിയിലുള്ള സ്പൈനൽ ചെയേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. 3,500 രൂപയുടെ
രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ 10,400 ലാറ്റസ്റ്റ് ബെഡ് ഫ്രീ ആണ് കേട്ടോ. എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും. നിലമ്പൂർ തേക്കിൽ പണിത ഫർണിച്ചേഴ്സും ഇവിടെ ലഭ്യമാണ് കേട്ടോ. പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ്, EMI അവൈലബിൾ ആണ്, ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പൊ ലൊക്കേഷൻ മറക്കേണ്ട, തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ.